ഏവർക്കും നമസ്കാരം. വിശാഖ് പാവുമ്പയാണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ഒരുപക്ഷെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, 2026 PS വിളിച്ചിരിക്കുന്ന +2 നിലവാരത്തിലുള്ള കുറേ അധികം പരീക്ഷകളുണ്ട്. നമ്മുടെ CPO, WCPO, ഫയർമാൻ, ഫയർ വുമൺ, അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, കൂടാതെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളാണ് SI, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നടത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഫയർ വുമൺ ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണുമായിരിക്കും. ആ പരീക്ഷാ ചോദ്യപേപ്പറിൽ 10 കണക്കിലെ 10 മാർക്കിലെ എല്ലാവരും 9 മാർക്ക് വരെയും ചെയ്തിരുന്നു. ഒരു കണക്ക് മാത്രം ആർക്കും ചെയ്യാൻ പറ്റിയില്ല. പലരും അത് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോയവരാണ്. അത് മക്കളെ +1 നമ്മുടെ GP അല്ലെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിൻ്റെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന ഒരു ചെറിയ സബ് ടോപ്പിക്കിലെ ഭാഗമാണ്. അപ്പം നമുക്കിനി വരാൻ പോകുന്ന +2 ഡിഗ്രി നിലവാരത്തിലെ പരീക്ഷകൾക്ക് ഏതെല്ലാം പാഠങ്ങൾ പഠിക്കണം എന്നത് മുൻ വർഷങ്ങളിൽ PS ചോദിച്ച എക്സാമ്പിളുകളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളേതാ ആദ്യ ചോദ്യം കണ്ടോ? 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ എക്സെട്ര 95 ഫാക്ടോറിയൽ എന്ന സംഖ്യയെ 15 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? മക്കളെ ഫാക്ടോറിയൽ ഈ ഒരു ഭാഗം വരുന്നത് എവിടെയാണെന്ന് അറിയോ? നമ്മുടെ +1 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. മക്കളെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന പാഠത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ചോദിച്ചത്. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ഈ ഒരു ചോദ്യം 2023 ഡിഗ്രി നിലവാരത്തിൽ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ കുറച്ച് പേര് പറയും, എടാ അത് റാൻഡമായിട്ട് അത്തവണ മാത്രം ചോദിച്ചതാണ്, പിന്നെ ഈ പാഠം ചോദിച്ചിട്ടില്ലല്ലോ. ഉണ്ട് മക്കളെ, പിന്നെയും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2021 നമ്മുടെ LDC പരീക്ഷ. അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 5 ആളുകളെ ഒരു വൃത്തത്തിന് ചുറ്റും എത്ര വിധത്തിൽ ഇരുത്താം, ക്രമീകരിക്കാം എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? 5 ആളുകളെ ഒരു വൃത്തത്തിന് ചുറ്റും എത്ര വിധത്തിൽ ഇരുത്താം, ക്രമീകരിക്കാം എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇതും മക്കളെ ആ പാഠത്തിൽ നിന്ന് തന്നെ വന്നതാണ്. പണ്ട് PS ചോദിച്ചിട്ടുണ്ട്, അനിതയ്ക്ക് 5 മാലയും 4 ജോഡി കമ്മലുമുണ്ട്, ഇത് എത്ര വിധത്തിൽ വിവിധങ്ങളായ രീതിയിൽ അണിയാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു പാഠമാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഓക്കെ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അപ്പം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അതേപോലെ മക്കളെ, മറ്റൊരു ചോദ്യം 2022 തോന്നുന്നു. നമ്മുടെ ഫയർമാൻ ചോദിച്ച ഫയർമാൻ A എന്ന സെറ്റിൽ 4 അംഗങ്ങളുണ്ട്. എയ്ക്ക് എത്ര ഉപഗണങ്ങളുണ്ട്? ഒന്നാമത്തെ പാഠം സെറ്റ്, അതായത് +1 ഒന്നാമത്തെ പാഠം സെറ്റ് എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. കണ്ടോ, സെറ്റ് എന്ന പാഠം നമുക്ക് വേണം. അപ്പോൾ ഈ പാഠം ഇവിടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല മക്കളെ, നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അതായത് ഈ പാഠത്തിലെ വെൻ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരം പരീക്ഷകൾ ചോദിക്കുന്നതാണ്. ഏതാ? ഒരു ഗ്രാമത്തിലെ 60% ആളുകൾ ചായ കുടിക്കുന്നവരാണ്, 40% ആളുകൾ കാപ്പി കുടിക്കുന്നവരാണ്, 20% ആളുകൾ രണ്ടും കുടിക്കുന്നവരാണ്, എങ്കിൽ രണ്ടും കുടിക്കാത്തവർ എത്ര ശതമാനം? അത്തരത്തിലെ ചോദ്യങ്ങളെല്ലാം വരുന്നത് മക്കളെ ഈ ഒരു പാഠത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പാഠം നമുക്ക് ഇപ്പോഴാണോ ചോദിക്കുന്നത്? അല്ല, നേരത്തെയും ചോദിക്കുന്നുണ്ട് സെറ്റ്. അപ്പോൾ സെറ്റിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും, നമ്മുടെ PSക്ക് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എത്ര? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 2023 തന്നെ നടത്തിയ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യമോ മക്കളെ. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി, +1 പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് പ്രോബബിലിറ്റി. അപ്പം പ്രോബബിലിറ്റി 10ലും പഠിക്കാനുണ്ട്, 10ാം ക്ലാസ്സിലും പഠിക്കാനുള്ള ചോദ്യമാണ്, ഭാഗമാണ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വരാൻ പോകുന്ന +2 ഡിഗ്രി നിലവാരത്തിലെ പരീക്ഷകൾക്ക് ഈ പാഠങ്ങൾ പഠിച്ചേ മതിയാകൂ മക്കളെ. X ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യയാണ്. 3x ചോദ്യം ഇങ്ങനെ 3x + 3(1 - x)ൻ്റെ x-1 അല്ല 1 - x-ൻ്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്ര? ഇപ്പോൾ നടത്തിയ നമ്മുടെ ഫയർ വുമൺ ഓഫീസറിന് ചോദിച്ച ചോദ്യം. ഇത് സീക്വൻസ് ആൻഡ് സീരീസ് മക്കളെ, സീക്വൻസ് ആൻഡ് സീരീസ് എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചതാണ്. ഈ സീക്വൻസ് ആൻഡ് സീരീസിലെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്കളെ GP, ജോമെട്രിക് പ്രോഗ്രഷൻ. വെരി 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 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. കാരണം മക്കളെ GP ഇല്ലാത്തൊരു ഡിഗ്രി നിലവാരത്തിലെ പരീക്ഷ ഇപ്പോൾ PSC നടത്തുന്നില്ല.
അപ്പോൾ GP അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. കഴിഞ്ഞു പോയ SI മെയിൻസ്, അതേപോലെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ എല്ലാം പരിശോധിച്ചാൽ 10th മെയിൻസ് പരീക്ഷയ്ക്ക് പോലും GP ചോദിക്കുന്നു. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി മാറിയിരിക്കുന്നു. അരിത്തമെറ്റിക് പ്രോഗ്രഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, അപ്പം അവിടെ ആ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. I ഒരു ഇമാജിനറി സംഖ്യയായാൽ I⁹ വില എത്ര? മക്കളെ, +1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ പാഠമാണെന്ന് തോന്നുന്നു, +1 മൂന്നാമത്തെ പാഠമാണെന്ന് തോന്നുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ് I⁹ വില ചോദിക്കും, അല്ലെങ്കിൽ I⁻100 വില ചോദിക്കും, I⁻15 വില എത്ര എന്നൊക്കെ ചോദിക്കും. അപ്പം ഈ സാധനം പഠിക്കണം. കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട I ഒരു ഇമാജിനറി നമ്പർ ആയാൽ I⁻10 വില, I⁻15 വില, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കണം. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനകത്ത് നിന്ന് സെലക്റ്റീവായിട്ട് നമുക്ക് PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ തെരഞ്ഞു പിടിച്ച് പഠിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നീട് 3x + 2y + 5 = 0 എന്നത് എന്ന രേഖയുടെ ചരിവെത്ര? ഇത് ഒരു വരയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. മക്കളെ, ഇതും ഒരു ഫയർമാന് ചോദിച്ചതാണ്. ഫയർമാൻ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഒരു ഫയർമാൻ്റെ ചോദ്യമാണ്. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, അതായത് ഇത് നമ്മുടെ 10th ക്ലാസ്സിലും പഠിക്കാനുള്ളൊരു ഭാഗമാണ്. മക്കളെ, 10th ക്ലാസ്സിലും പഠിക്കാനുണ്ട് കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിലെ 10ലെയും +1ലെയും കുറേയധികം കാര്യങ്ങൾ ചേർത്ത് പഠിക്കണം. കാര്യം 10th ക്ലാസ്സിൽ നിന്നല്ല ഇപ്പം ഈ പാഠത്തിലേക്ക് ചോദ്യം ഡിഗ്രി നിലവാരത്തിൽ ചോദിക്കുന്നത്, അത് +1ലെ പാഠഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടെത്തി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇതേപോലുള്ള ഈ പാഠങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൽ കമൻ്റായിട്ട് നിക്ഷേപിക്കണം. അപ്പോൾ ഇതിനകത്തിലെ ഏറ്റവും ആദ്യം ഏത് പാഠം പഠിച്ചു തുടങ്ങണം എന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.